രജിത്, എന്താ നമ്മുടെ കണ്ടസ്റ്റൻസ് ഒക്കെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കണേ? എന്ത് പാട്ടാണ്? ഓരോ എപ്പിസോഡും കൂടുന്തോറും അവരുടെ ഇങ്ങനെ സ്പിരിറ്റ് ഒക്കെ ഇങ്ങനെ ഇതായി വരികയാണ്. നമുക്ക് നല്ലല്ലേ, അത് ശരിയാണ്. അത്രയും കഷ്ടപ്പെടണല്ലോ. അത് ശരിയാണ്. പറഞ്ഞു വരുമ്പോ ആരും അയ്യോ സമയം. കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഓ യെസ്, നമുക്ക് തുടങ്ങാം. ഓക്കേ, hello everyone, so welcome to Superstar Junior, powered by Nirapara, co-presented by Nandaram Sanitaries. Superstar Junior, Superstar Junior. രജിത്ത് എന്താ രാവിലെ അടിച്ച് പല്ലും തേക്കാതെ ടീഷർട്ടൊക്കെ പൊക്കി പിടിച്ച് വന്നിരിക്കുന്നു? സാധാരണ ഒന്ന് വന്നിട്ട് മുഖമെങ്കിലും കഴുകാറുണ്ട്, ഇപ്പൊ അതും കൂടി ഉണ്ടായില്ല. ജോളത് എവിടെ ഇരിക്കുന്നത്? ഇത് വലിയ ജോളയാണല്ലോ. മൈക്കാണല്ലേ? അങ്ങനെ ഇത് ഫാഷൻ ആണ്. ഈ ഫാഷൻ മുഴുവൻ എന്നെ പഠിപ്പിക്കുന്നത് ഇട്ടിട്ട് വന്നതേ. അതെന്താ ചേട്ടാ, സത്യം പറഞ്ഞില്ലേ, അവിടെ ഇരുന്ന് സംസാരിച്ചില്ലേ, അപ്പൊ സംസാരിച്ചിട്ട് വിചാരിച്ച പോലെ എഴുന്നേക്കാൻ പറ്റുന്നില്ല. മൈക്കിന്റെ പറഞ്ഞ മനസ്സ് പറയുന്നിടത്ത് ശരീരം എത്താത്തൊരവസ്ഥ എല്ലാം കൂടി ഇങ്ങനെയൊക്കെ. പക്ഷെ അത് ഭയങ്കര ചേഞ്ച് ആയില്ലേ? വളരെ ചേഞ്ച് കണ്ട് മതി പറഞ്ഞു പോയി. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതേപോലെ പല എപ്പിസോഡുകളിലും ഇനി ഇങ്ങനെ പ്രതീക്ഷിക്കാം. വളരെയധികം ചേഞ്ചോട് കൂടിയിട്ടായിരിക്കും. അതെ, വല്ലാതെ ചേഞ്ച് ആയിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ ജഡ്ജസിനെ നമുക്ക് വെൽക്കം ചെയ്യാം. വിജയ് ചേട്ടാ, ചേട്ടൻ അതിന്റെ ഇടയിൽ ചേട്ടൻ ടൈം കിട്ടി നമ്മളൊരു ഹായ് പറയാൻ. സുജാത ചേച്ചി, സ്റ്റീഫൻ ചേട്ടാ, ഓ എന്താണ് അതൊന്ന് വായിക്കണം ചേച്ചി. ക്യാമറ ഒന്ന് ഇങ്ങോട്ട് അതെ, ക്ലോസ് അപ്പ് കാണിച്ചേ ചേച്ചി. ഒന്ന് വായിക്കോ അത് കറക്റ്റ് ആയിട്ട് എന്തൊക്കെ എഴുതിക്കണേ ഒന്ന് കാണാൻ. Thank you Almighty. If my music can bring smile and positivity to a soul, I am blessed. ഞാൻ ആഗ്രഹിച്ച അതേ ഒരു കാര്യം നമ്മുടെ രശ്മി ചേച്ചി അങ്ങനെ എഴുതി കൊണ്ടുവന്നു. ഞാൻ ഭയങ്കര ഭാഗ്യവാനാണ്. നമ്മുടെ സുജാ ചേച്ചിക്ക് സാരി ഡിസൈൻ ചെയ്യുന്ന രശ്മി ചേച്ചി ആദ്യമായിട്ടൊരു ഷർട്ട് ഡിസൈൻ ചെയ്തു. സ്റ്റീഫന് കറക്റ്റ് ആയിരിക്കും ലിറിക്സ്, ഐ മീൻ എഴുതിയ വേർഡിങ്സ് കറക്റ്റ് ആണ് സ്റ്റീഫൻ. ക്രിയേറ്റിവിറ്റി അതാണ്. അതെ, താങ്ക് യു രശ്മി ചേച്ചി ഫോർ ദിസ് ക്രിയേറ്റിവിറ്റി. അതിന് കൂടട്ടെ. സോ നമുക്ക് നമ്മുടെ ഈ സെമി ഫൈനൽ എപ്പിസോഡ് തുടങ്ങാം. ഓക്കേ, നമുക്ക് നമ്മുടെ ഫസ്റ്റ് കണ്ടസ്റ്റന്റിനെ വെൽക്കം ചെയ്യാം. ശിവാനി. ശിവാനി കുട്ടി ഭയങ്കര നാടൻ പെൺകുട്ടി. നാടൻ പെൺകുട്ടിയായിട്ടാണല്ലോ. എന്താണ് ഈ പാവാടയിൽ? കൃഷ്ണൻ. ആരാ വരച്ചത്? വരച്ചതല്ല, ത്രെഡ് തുന്നിയതാണ്. ആരാ ചെയ്തത്? സ്വന്തമായിട്ട് ചെയ്താണോ? ആണോ? ശരിക്കും. ഓക്കെ, അപ്പൊ എന്തോ എന്താ പറയാ, നമ്മുടെ ദൈവവുമായി ബന്ധപ്പെട്ടുള്ള വല്ല പാട്ടാണോ നമുക്ക് ആലോചിക്കാം. ഏതാണ് റൗണ്ട്? സെമി ക്ലാസിക്കൽ. സെമി ക്ലാസിക്കൽ റൗണ്ടിൽ ഏത് പാട്ടാണ്? നാദങ്ങളായി നീ വരൂ. നാദങ്ങളായി നീ വരൂ. ആഹാ, നിന്നിഷ്ടം എന്നിഷ്ടം അല്ലേ? ഓക്കെ, സോ ഒരു വളരെ എന്താ പറയാ വെരി ഹിറ്റ് ആയിട്ടുള്ള സോങ് ആണ്, വെരി പോപ്പുലർ സോങ് ആണ്. ഓക്കെ, കണ്ണൂർ രാജൻ സാറിന്റെ ആണ്. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. റെഡി? റെഡി. കുറച്ച് പോരാ, എനർജി പോരാ. ഒന്നുകൂടി. റെഡി. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ് മോളെ. ചേട്ടാ.
മക തളിരിൽ വിളയും ഒരു താളം ലളിത തരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം ഗരി ഗരി സനി ഗരി സനി പ പനി പനി സനി സരി സരി ഗരി ഗ പനി സ രി സനി രി സനി പ ഗ പനി സരി പനി പ ഗ പ ഗരി ഗരി സരി സ മധുര മധുര സ്വര നിരകൾ നിറയും മക തളിരിൽ വിളയും ഒരു താളം ലളിത തരള പദമൊഴുകി വഴിയും ഒരു പുതിയ കവിതയുടെ ഈണം മോഹം പുളകതര മോദം മോഹം പുളകതര മോദം നാദങ്ങളായി നീങ്ങൊരു രാഗങ്ങളായി തേൻ തരൂ സരി സനി പാനി സരി സരി സനി പഗരി സനി സരി സരി ഗപ 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 നി സനി സ ഗരി ഗരി സനി പരി സനി പഗരി സനി സരി സരി ഗരി ഗപ ഗപ നി പനി സ തൊഴുതു വിടരുമുഷമലരു കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃതു പകരുമൊരു നേരം ആ തൊഴുതു വിടരുമുഷമലരു കരളിൽ ഹിമകണിക ചൊരിയുമൊരു മാസം ഇളമ പുണരുമിരു ചിറകു ചിറകുകളിൽ അമൃതു പകരുമൊരു നേരം പാടും മനസ്സിലൊരു ധ്യാനം പാടും മനസ്സിലൊരു ധ്യാനം നാദങ്ങളായി നീങ്ങൊരു രാഗങ്ങളായി തേൻ തരൂ പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം പ്രിയകരമൊരു നവഗീതം വിരിയണമതിലയ ഭാവം നാദങ്ങളായി നീങ്ങൊരു രാഗങ്ങളായി തേൻ തരൂ രഞ്ജിത്ത്, യാ ശിവാനി തകർത്ത് പാടിയതിനു ശേഷം ഒരു വേർഡ് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം കേട്ടോ. Word. സലാമാനമായി. സലാമനൊരു സലാമാണ് ഓ സനാമാനമായി. സനാമാനമായി. എന്താണത്? സ്വന്തം കണ്ടെടുത്താണോ? അല്ല ഇത് സമാധാനമായി ഭയങ്കര സ്റ്റൈലിഷ് വേർഷനാണ്. ചേച്ചി എപ്പോഴാ കേട്ടത് എപ്പോഴാ കേട്ടത്? അതൊക്കെ ഞാൻ കേട്ടു, ഞാൻ വലിയ ആളാ. ഓഹോ അങ്ങനെ. അപ്പൊ നമുക്ക് നോക്കാം. അപ്പോൾ ഈ we'll start with, സനാമാനമായ പെർഫോമൻസ് അല്ലേ? അതെ സനാമാനമായ ആയോ സനാമാനം അറിഞ്ഞൂടാ അറിഞ്ഞൂടെ ആ ഏകദേശം ഏകദേശം എന്താ പറയാ ജസ്റ്റ് ജസ്റ്റ് മിസ്റ്റ് ജസ്റ്റ് സനാമാനമായി. ജസ്റ്റ് മാനമായി എങ്ങനെയൊക്കെയോ രക്ഷപ്പെട്ടു. നല്ലല്ലേ? അടിപൊളി. കുറച്ചുകൂടെയും ഈ പിച്ച് കുറച്ചുകൂടി ഒന്ന് കുറച്ചാലോ? എന്തേ വേണ്ടല്ലോ? ആ ആദ്യം താങ്ക്സ് വിജു ചേട്ടൻ എടുത്ത് പറ. അല്ല എൻ്റെ അടുത്ത് റിഹേഴ്സൽ സമയത്ത് താഴെ ഭൂമിയുടെ അടിയിലായിരുന്നു ശ്രുതി കിടന്നിരുന്നത്. അതെ. അപ്പോ പ്രത്യേകിച്ച് അമ്മയ്ക്ക് ഒരു നന്ദി പറഞ്ഞോളൂ. അമ്മയാണ് ശ്രുതി സെറ്റ് ചെയ്തത്. അമ്മയാണ് ശ്രുതി കുറയ്ക്കണം എന്ന് പറഞ്ഞു തന്നു. ഓഹോ എന്തിനായിരുന്നു? എനിക്ക് തൊണ്ടവേദന അല്ല ഇത് പ്രാക്ടീസിന്റെ സമയത്ത് തൊണ്ടവേദന അത് അന്നല്ലേ? അപ്പൊ അത് പാടിയപ്പോ ഭയങ്കര സ്ട്രെയിൻ തോന്നി. അപ്പൊ ഇന്ന് അമ്മ ഒരു കുഴിയൊക്കെ കുത്തി മോളെ വാ എന്നൊക്കെ പറഞ്ഞു. തൊണ്ടവേദന മാറി. അതാണ് എന്തായാലും നന്നായിട്ട് പാടി. കുറച്ച് ആ ലോ രജിസ്റ്റർ ചെയ്യാൻ കുറച്ച് ഇതായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമില്ല. പിന്നെ അതല്ലാണ്ടുള്ള പിന്നെ സ്വരങ്ങളുടെ അവിടെ ഇവിടെയൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെ നിനക്കറിയാലോ
അറിയാം. ആ അറിയാം. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. Thank you, Thank ചേട്ടാ. you. സുജാത ചേച്ചി. ശിവാനി അധികം സെമി ക്ലാസിക്കൽ പാടി കേട്ടിട്ടില്ല, ഇല്ലേ? അധികം ഇത് വേറെ ഏതാ ഇതിൻ്റെ മുമ്പ് പാടിയേ? ഇതിനു മുമ്പ് സെമി ക്ലാസിക്കൽ പാടി. ഒന്നും പാടിയിട്ടില്ല ഈ സ്റ്റേജിൽ. അപ്പോൾ അതിന് നോക്കുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് വളരെ നല്ലതായിരുന്നു. താങ്ക് യു ആൻറ്റി. കുറച്ചൊക്കെ മോളുടെ വയസ്സിന് പ്രയാസമുള്ള പാട്ട് തന്നെയാണത്. പക്ഷെ സ്വരങ്ങളും അവിടെയൊക്കെ നല്ലതായിരുന്നു. വോയിസ് ഇടയ്ക്ക് കട്ടാവുന്നുണ്ടായിരുന്നു, അത് മാത്രമേ ഉള്ളൂ. മോളുടെ വോയിസ് ഇനിയും സപ്പിളായിട്ട് കിട്ടിയ മോൾക്ക് ഇനിയും ഒരുപാട് പാടാം. കാരണം എഗെയിൻ ഞാൻ പറഞ്ഞ രാഗഭാവം അതുണ്ടായിരുന്നു. ആ കറക്റ്റായിട്ട് ഇങ്ങനത്തെ പാട്ടുകൾക്കൊക്കെ അതാണ് ഏറ്റവും ആവശ്യം. പഠിച്ചു പാടുന്ന പോലെ തോന്നില്ല, മോള് ശരിക്കും അറിഞ്ഞു പാടുന്ന പോലെ ഉണ്ടായിരുന്നു ആ പാട്ട്. താങ്ക് യു. സ്റ്റീഫൻ ചേട്ടാ. ചക്കരെ ചേട്ടാ നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ കേട്ടോ. താങ്ക് യു ചേട്ടാ. പിന്നെ അതിൻ്റെതായ ചെറിയ ചെറിയ അങ്ങനെ വീഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു, എത്താത്തതിൻ്റെയും ചെറിയ. പിന്നെ എന്താ വെച്ചാൽ നിൻ്റെ ലങ്സിൽ അധികം നേരം ശ്വാസം നിൽക്കുന്നില്ല, പെട്ടെന്ന് പോവുക. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞു പോകുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ ടെൻഡൻസി. അപ്പോൾ പകുതി എനർജി നിൻ്റെ ശ്വാസം എടുക്കണതിലൊക്കെ പോവും. അപ്പോൾ അത് കുറച്ച് ഇങ്ങനെ യോഗയോ അങ്ങനെയുള്ള ചെറുതായിട്ട് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം എന്തെങ്കിലും. അല്ലെങ്കിൽ നന്നായിട്ട് പാട്ട് പഠിക്കുക, അപ്പോൾ തന്നെ കുറേ നല്ല ഇങ്ങനത്തെ പാട്ടുകളൊക്കെ പാടാൻ കിട്ടും. ബാക്കിയുള്ള പാട്ടിനൊക്കെ അപേക്ഷിച്ചിട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം അല്ലേ? സോ ഗുഡ്, കീപ് ഇറ്റ് അപ്പ്. ഇനിയും പക്ഷേ ഇനിയും പാട്ടിൽ കുറേ ചെയ്യാനുണ്ട് കണ്ടോ. അത് നീ പ്രാക്ടീസ് ചെയ്യുക, ഈ പാട്ടിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുക കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി പിച്ചൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുക. പിച്ചൊക്കെയാണ് എപ്പോഴും ഒരാൾക്ക് എപ്പോൾ കംഫർട്ടബിൾ. തൊണ്ടവേനാന്ന് പറഞ്ഞിട്ട് അപ്പം തന്നെ പിച്ച് പിടിച്ച് താഴ്ത്തരുത്. കാരണം പാട്ടിൻ്റെ കോമ്പോസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല, ചരണത്തിലൊക്കെ മുഴുവൻ താഴെയാണ് അതിൻ്റെ സഞ്ചാരം മുഴുവനുള്ളത്. അപ്പോൾ അതൊന്നും ചിലപ്പോൾ മുഴുവനായിട്ട് പുറത്ത് വരില്ല. അല്ലെങ്കിൽ നന്നായിട്ട് ശ്വാസമൊക്കെ എടുത്ത് പാടണം. ചിലപ്പോൾ ആ സമയത്ത് നിനക്കതൊന്നും പറ്റില്ല. അപ്പോൾ എന്താ വീഴ്ച ഭയങ്കരമായിട്ട് വീണുകൊണ്ടിരിക്കും, പിച്ച് പോവും, ചിലപ്പോൾ പതറി പോവും. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്തിട്ട് അങ്ങനെയുള്ള പിച്ചുകൾ സെലക്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. അപ്പോൾ നമ്മുടെ പുലികളും ഇത് നന്നായി ചെയ്തു. പെർഫോം റിയലി വെൽ. സൂപ്പർ ആയിട്ടുണ്ട് ചക്രകളെ. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് മാർക്കിലേക്ക് ഇറങ്ങാം. എന്തേ സലാമാനമായതിൻ്റെ ഒരു ഇതാണോ അത്? റിയാക്ഷൻ ആണോ? റിയാക്ഷൻ ആണോ? സനമാനം. എല്ലാം കൂടി കൺഫ്യൂഷൻ ഓ ആക്കും. കൺഫ്യൂഷൻ ആക്കല്ലേ. സലാമാനമായി പെർഫോമൻസിന് സനമാനം. സലാമാനമായി സലാമാനം. പെർഫോമൻസിന് വിജയ് ചേട്ടൻ കൊടുക്കുന്ന തരുന്നു എത്ര marks? മാർക്ക്? താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. ഓ റെഡിയാണോ? ഓ റെഡി ആയിട്ട് യെസ് ബോക്സിന്റെ ഉള്ളിട്ടു. ചെപ്പുകയിലെ കണച്ചങ്ങാതി. അതെ, ആ ബോക്സ് ഒന്ന് വെറുതെ എടുത്ത് കാണിച്ചാൽ മതി. എല്ലാവർക്കും ഒന്ന് ഇപ്പോ എന്താ പറയാ, അതാണ് നമ്മുടെ ഏതെങ്കിലും വിധത്തിൽ അതൊരു ചാൻസ് കിട്ടിയാലും മാന്തി പറിക്കാൻ റെഡിയാണ് എല്ലാവരും. എന്തായാലും നമുക്ക് സമയമുണ്ട്, നമുക്ക് വെയിറ്റ് ചെയ്തറിയാം. ഓക്കെ? ഓക്കെ, അടുത്ത പെർഫോമൻസിന് ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. मेरे नैना सावन भादो फिर भी मेरा मन प्यासा. Your voice has started changing. അത് ഋതു വെച്ചെടുത്തിട്ട് ഋതുവിന്റെ എക്സ്റ്റൻഡ് ഞാൻ എടുത്തിട്ട് अब सोचो तुम्हें याद नहीं है अब सोचो ആ ഫീൽ നല്ലതായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഒരു ഫീൽ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷേ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ. അസലായിട്ട് പാടി. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സെമി ഫൈനൽ സ്റ്റേജിലെ അടുത്ത കണ്ടസ്റ്റന്റ് അല്ല, ഈ കണ്ടസ്റ്റന്റ് എന്ന് പറയുമ്പോ ആദ്യത്തെ ആണോ രണ്ടാമത്തെ ആണോ? ആളാരാന്ന് മനസ്സിലായില്ലേ? അമൽ റോയ്. അമൽ റോയ്. അമൽ എന്താ രണ്ട് കൽപ്പിച്ചുള്ള വരവാണല്ലോ, ഭയങ്കര ഫാസ്റ്റിൽ ഓടി വന്ന് എന്താണ് എന്താണ് ഡ്രസ് നോക്കൂ. അതെ
അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഭയങ്കര ഹാൻസം ആയിട്ടുണ്ട് കാണാൻ. താങ്ക് യു. യെസ്. ഓക്കെ, അപ്പോൾ ഏതാണ് റൗണ്ട്? ട്രിബ്യൂട്ട് ടു ലെജൻഡ്. ട്രിബ്യൂട്ട് ടു ലെജൻഡ്. ഓക്കെ, സോ ഏത് ലെജൻഡിനാ ട്രിബ്യൂട്ട് കൊടുക്കണേ? കിഷോർ കുമാർ സാറിന്. കിഷോർ കുമാർ സാറിന്. ഏത് പാട്ടാ? നേരെ നേനാന്ന് ഒരു പാട്ട്. എന്തിനാ ചിരിക്കണേ? നല്ല പാട്ടല്ലേ? നല്ല പാട്ടല്ലേ? നല്ല പാട്ടാണ്. അപ്പൊ ഏത് പാട്ടിനാ സങ്കടത്തോടെ പറയുന്നത്? ഏതൊക്കെ പാട്ടിനായിരിക്കും? നല്ല പാട്ടല്ല, ഫീൽ അനുസരിച്ചുള്ള പാട്ടാണ് ഒന്ന്. ഓ, ഫീലൊക്കെ വെച്ചാണ് സംസാരിക്കാനുള്ളൂ. എനിക്ക് വയ്യ. മട്ടാഞ്ചേരിക്കാരാ പാട്ട് കലക്കിക്കോട്ടാ. ഹിന്ദി പാട്ടാണ്, കിഷോർ സാറിന്റെ പാട്ടാണ്. ഞാൻ ഏരിയ കടക്കണ്ട നീ. ആ കലക്കോ, അത് ഉറപ്പല്ലേ? അതെ. ഡ്രസ്സ് കണ്ടില്ലേ, തകർത്ത് വന്നിരിക്കുകയാണ്. യെസ്. ഈ ഡ്രസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കഥ. ഓ, അത് നമുക്ക് വെയിറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരും. ഞാനിപ്പോ ഇട്ടേക്കുന്ന ഡ്രസ്സിലൊരു കുറവുണ്ട്. 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 കുറവാ. പറയരുത് പറയരുത്. മാച്ചിങ് ഷൂസ് ആണോ? ഇട്ടിട്ടില്ലല്ലോ. അത് സോക്സ് ഇട്ടിട്ടില്ല. സോക്സ്. ആ അയ്യേ, അതാണോ? അത് പറഞ്ഞു ഇട്ടിട്ടില്ല എന്നല്ല പറഞ്ഞു. സോക്സ് ആണ് നീ പറഞ്ഞു. ഇടാത്ത കാര്യങ്ങൾ അങ്ങനെ പബ്ലിക് പറയരുത്. പറയണ്ട. ഇട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ, അതൊക്കെ ഇട്ട് ഞാൻ സോക്സ് ഞാൻ ഫ്രീ ആയിട്ട് അഡ്വൈസ് പറഞ്ഞല്ലേ, പിന്നെ അതിലേക്ക് ഒന്നും പറയണ്ട, എല്ലാം മായ്ച്ചളഞ്ഞു. അതെ. അപ്പൊ നമുക്ക് പാട്ടിലോട്ട് കിടക്കാം. ഇനി വേഗം പാട്ടിലോട്ട് കിടക്കാം. നമ്മുടെ പാവ ലെജൻഡ് അല്ലെങ്കിൽ ആകെ പ്രശ്നമായി മാറും. റെഡി? ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. ए दिल दीवानी
बरसों बीत गए, हमको मिले बिछड़े, बिजौरी बनकर गगन पे चमकी, गीत समय की रेखा, मैंने तुमको देखा, मन संग आँख मिचोली केले, आशा और निराशा, फिर भी मेरा मन प्यासा, मेरे नैना सावन भादो, फिर भी मेरा मन प्यासा, फिर भी मेरा मन प्यासा. Your voice has started changing. അത് ഋതുവിൻ്റെ അച്ഛൻ എടുത്തിട്ട് ഋതുവിൻ്റെ അച്ഛൻ്റെ ഷൂ ഞാൻ ആ എടുത്തു. ഫീൽ നല്ലതായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഒരു ഫീൽ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ സൗഖ്യമാ കണ്ണേ സൗഖ്യമാ, സൗഖ്യമാ കണ്ണേ സൗഖ്യമാ, അസലായിട്ട് പാടി. சூரியன் வந்து பாவனும் போது என்ன செய்யும் பனியின் துளி, என்ன செய்யும் பனியின் துளി. പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയും നല്ല ഉഗ്രനായിട്ട് പാടി. അമൽ, നമ്മൾ പറഞ്ഞ പോലെ നല്ല ഫീലൊക്കെ ഉണ്ടായിരുന്നു. സോക്സ് ഇടാൻ മറന്നുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ രജിത്? ഇല്ല, പക്ഷെ ഞാൻ വിചാരിച്ചു സോക്സ് ഇല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാൻ പുതിയൊരു സ്റ്റെപ്പ് വരുന്നു. അത് ഈ പാട്ടുമായിട്ട് എങ്ങനെ മാച്ച് ആവും പക്ഷെ എന്നൊക്കെയുള്ള ഷൂസ് നല്ല അല്ലേ അമൽ? ആ എന്ന് മേടിച്ചാണ്. ആ അയ്യോ, പുതിയ ഷൂസാ ഇന്ന് പുതിയ മേടിച്ചതാ. shoes ആണോ? ഓ അത് ശരി. അപ്പൊ കുഴപ്പമില്ല. കുഴപ്പമില്ല. അപ്പൊ നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ തന്നെയായിരുന്നില്ലേ? അല്ല അല്ല ഇന്നലെ ഇട്ടത് മറ്റേ മട്ടാഞ്ചേരി വന്നടിഞ്ഞ 2 ബോട്ടായിരുന്നു. അതെ, അത് വേറെ ഇന്നലെ ഇട്ടത് ഋതുവിൻ്റെ അച്ഛൻ്റെ ഷൂ ആണ്. അങ്ങനെ പറ. അത് കാലിൽ കിടക്കണ മനസ്സിലായി. ഇതിലേക്ക് ചേരാത്തൊരു സാരാ മട്ടാഞ്ചേരിയിൽ അടിച്ച ബോട്ട് മാറിയിട്ടായിരുന്നത്. അതിന്റെ ഇടയ്ക്ക് അത് മടിച്ചു മാറ്റി. പാവമങ്കിൾ എല്ലാ അവിടെയുള്ള എല്ലാ ആരെങ്കിലും ഷൂസ് കാണാതെ ആവുന്നുണ്ടെങ്കിൽ വേറൊന്നും വിചാരിക്കണ്ട. ഇവിടെയാണ്. ഷൂസും അല്ല സോക്സും ഇപ്പൊ കാണാണ്ടായാലും പ്രശ്നമാണ്. എന്തിനാടാ സ്വയം ഇങ്ങനെ കുഴി തോന്നുന്നത്? എന്തിനാ? സത്യം പറഞ്ഞല്ലേ. സത്യം പറഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യനെ ജീവിക്കാൻ പറ്റില്ല മോനെ. അല്ല, ഋതുവിന്റെ ഷൂസ് ആണ് പറഞ്ഞാൽ കുഴപ്പമില്ല. ഋതുവിന്റെ അച്ഛന്റെ ഷൂ അത്രയും സത്യസന്ധനായി എന്നുള്ളതാണ്. അങ്കിൾ തിരിച്ചു കിട്ടിയല്ലോ സേഫ് ആയിട്ട്. എന്റെ ഷൂ ഒരു വലിയ ബ്രൗൺ കളർ ഷൂ ആയിരുന്നേ. അപ്പൊ മറ്റേ പാട്ടില്ലേ, മറ്റേ പാട്ടാ? ഏത് പാട്ടാ? തൂഹിത്തോനിട്ട ആ പാട്ടിന് ആ ഷൂ ചേരൂലായിരുന്നു. ആ പാട്ടിന് ആ ഷൂ ചേരില്ല. ബ്ലൂ ജാക്കറ്റ് ബ്ലൂ ജാക്കറ്റ് അതിനാ ബ്രൗൺ കളർ ചേരാത്തോണ്ട് അത് ഋതുവിന്റെ അച്ഛൻ എടുത്തിട്ട് ഋതുവിന്റെ അച്ഛന്റെ ഷൂ ഞാൻ എടുത്തിട്ട്. അപ്പൊ നിനക്ക് നീയും ഋതുവിന്റെ അച്ഛനും ഒരേ സൈസാണോ? അല്ല, നിനക്ക് ചേർന്നു ആരാ? നീയാണ് പറഞ്ഞേ. ഋതുവിന്റെ അച്ഛന്റെ ഷൂ ചേർന്നില്ല. പക്ഷെ നമ്മ ആദ്യം കാലൊന്നും പൊക്കി കളിക്കാത്തോണ്ടേ അതവിടെ ഫിറ്റ് ആയിരുന്നു. പൊക്കി കളിക്കാത്തോണ്ടേ. അല്ല, അപ്പൊ ഋതുവിന്റെ അച്ഛന് ആ മോന്റെ ഷൂസ് ശരിയായോ? ആ അത് കറക്റ്റ് ആയിരുന്നു. പാവം പുള്ളി എങ്ങനെ ഇട്ട്, പുള്ളി മിക്കവാറും ഇട്ട് കാണത്തില്ല. സൗദി അറേബ്യയിൽ ലീവിന് വന്നതാ. ഇവിടെ വന്ന് അങ്കിൾ വിചാരിക്കുന്നു പാവം സൗദി അറേബ്യയിൽ കൊണ്ടുവന്ന ഷൂസ് ഒക്കെ ഇവിടെ പോയി. അങ്കിൾ എല്ലാം സേഫ് ആണല്ലോ അല്ലേ? തിരിച്ചിട്ടില്ലേ? ഓക്കെ, ഇനി സൂക്ഷിക്കുക. അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. രജു, എന്നാലും നീ പുള്ളിനെ അങ്കിൾ എന്ന് വിളിച്ചത് വളരെ മോശമായി. അങ്കിൾ, നിന്റെ വയസ്സും പുള്ളിയുടെ വയസ്സും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവാൻ വഴിയില്ല. ഇല്ല, അതില്ല. ഞാൻ പിന്നെ കുട്ടികളുടെ ഒരു മനസ്സ് വെച്ചിട്ട് അവർ കൂടി മനസ്സിലാക്കാൻ ബാച്ചലർ ആയതുകൊണ്ട് അതാണ് കറക്റ്റ്. അത്രേ ഉള്ളൂ. ശരിക്കും പറഞ്ഞ പ്രായം വെച്ച് നോക്കുമ്പോൾ ഞാൻ വിജയ് ചേട്ടനെ ഒട്ടുമല്ല. അതുകൊണ്ടാണ് ഞാൻ പുള്ളിനെ ചേട്ടാന്നും പോലും വിളിക്കില്ല. ഞാൻ
ഞാൻ പുള്ളീനെ ചേട്ടാന്നും പോലും വിളിക്കില്ല ഞാൻ. ആ പക്ഷെ പിള്ളേരുടെ അച്ഛനാണല്ലോ, അതെ അതെ അപ്പൊ അങ്ങനെ ചേട്ടാന്ന് വിളിക്കണമെന്നുള്ള മര്യാദ. അതന്നെയല്ലേ ഞാൻ ചെയ്തുള്ളൂ. നീ അങ്കിൾ എന്ന് വിളിച്ചു. പക്ഷെ ഓക്കെ സോറി അങ്കിൾ. അപ്പൊ back to the point. ഓക്കെ അപ്പൊ ഷൂസ് ഒക്കെ മറന്ന് നമുക്ക് പാട്ടിലേക്ക് Back to the point തിരിച്ചു ആവാം. Yes. യെസ് വിജയ് ചേട്ടാ. എന്താ എന്ത് തോന്നണം നിനക്ക്? നന്നായിട്ട് പാടിയാ? യോ ചോദിക്കല്ലേ ചോദിക്കല്ലേ. കഥ വരും കഥ. അതിനൊരു കഥ വേറെ വരും. എനിക്ക് തോന്നിയത് നല്ലതായിട്ട് പാടിയെന്നാണ് എൻ്റെയും ഒരു അഭിപ്രായം. കുറച്ച് ആദ്യം തുടങ്ങിയപ്പോൾ നന്നായിട്ട് തുടങ്ങിയത് എൻ്റെ എല്ലാം കുറച്ച് നല്ല ഇതായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് പതുക്കെ ഇങ്ങനെ എൻ്റെ ഒരു കോൺസെൻട്രേഷൻ വിട്ടു പോയോ എന്നൊരു സംശയം. എന്ത് തോന്നണം നിനക്ക്? ആ സെക്കൻഡ് ചരണമൊക്കെ എത്തിയപ്പോഴത്തേക്കും എന്താ ആണോ പോയി തോന്നണുണ്ടോ? അതെന്താ എന്താ അങ്ങനെ പോവാൻ കാരണം? അത് പോയി പ്രത്യേകിച്ചൊന്നുമില്ല. പോയി അല്ലേ? പോയി. എന്താ ചെയ്യാ, ഒരാൾ പോയി എന്ന് പറഞ്ഞാൽ നീ അങ്ങോട്ട് സമ്മതിച്ചോളൂ അല്ലേ? ഇല്ലാന്ന് പറ. പോയില്ലേ ഇപ്പം? ഞാൻ നിന്റെ അടുത്താ ചോദിക്കുന്നത്. കോൺസെൻട്രേഷൻ പോയി എന്ന് ഞാൻ പറഞ്ഞപ്പോ നിനക്ക് പോയി എന്ന് പറഞ്ഞു. പോയില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ പാട്ടിന്റെ ഫീലായിരുന്നു മൊത്തം. ഓ അതായത് പോയില്ല എന്നുള്ളതാണ് തന്നെ മൊത്തം ഫീല്. അല്ല അപ്പൊ ഫീൽ ആയിരുന്നു എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഉണ്ടെന്നല്ലേ അർത്ഥം? അതെ. ഉണ്ടോ? അയ്യോ എന്റെ അതിനൊരു ഉറപ്പില്ല. അമൽ റോയ്, നീ കോൺസെൻട്രേറ്റ് ചെയ്തോന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. നീ കോൺസെൻട്രേഷൻ നിനക്ക് വിട്ടുപോയി എവിടെങ്കിലും ഒക്കെ വിട്ടുപോയോന്നേ ചോദിച്ചുള്ളൂ. അല്ല വേറെ ഒന്നും ചോദിച്ചില്ല ഞാൻ. അങ്ങനെയൊന്നുമില്ല. ശരി. ഇനി ഐ തിങ്ക് കുറച്ച് ജസ്റ്റ് ഒരു ചില സ്ഥലത്തൊക്കെ ഒന്ന് ആ ഫീൽ നല്ലതായിട്ടുണ്ടായിരുന്നു. ഓവറോൾ ഒരു ഫീൽ ഒക്കെ കറക്റ്റ് തന്നെയായിരുന്നു. പക്ഷെ ജസ്റ്റ് ഒരു എന്തോ ഒരു എന്താ പറയുക, നമ്മൾ നേരത്തെ പറയുന്ന ഒരു സംഭവം, ഒരു വാവ് ഫാക്ടർ ചെറുതായിട്ടൊന്ന് മിസ്സിങ് ഉണ്ടായിരുന്നു. പക്ഷെ നീ നന്നായിട്ട് പാടി, എന്നാലും കുറച്ചുകൂടി ഒരു ബെറ്റർ ആക്കായിരുന്നു. ഓക്കെ, അത്രേ പറഞ്ഞോളൂ. താങ്ക് യു ചേട്ടാ. സുജാത ചേച്ചി. ഇത് കിഷോർ അല്ലാതെ ലതാജിയും പാടിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? അതൊരു വലിയ ലോങ് ഹമ്മിങ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. ശ്വാസം പിടിച്ച് തുടങ്ങണം ആദ്യം തൊട്ട് ആ പാട്ടിൽ. അങ്ങനെ എല്ലാ സ്റ്റാൻസും കഴിയുമ്പോൾ ഒരു ഹമ്മിങ് വരും. അപ്പോൾ നല്ലോണം പാടി ഈ പാട്ട്. ആരാ ആക്ട് ചെയ്തേക്കണ ഈ സീൻ അറിയുമോ? രാജേഷ് ഖന്ന എന്ന് പറഞ്ഞൊരു ആക്ടറാണ്. രാജേഷ് ഖന്നയും ഹേമ മാലിനിയും. ഭയങ്കര ഹിറ്റ് സോങ് ആയിരുന്നു ആ സമയത്തെ. ആരാ മ്യൂസിക്? ABCD നോ ഇടിക്കും ഇടിക്കും. നല്ലോണം പാടി മോൻ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഇനിയും നന്നാക്കായിരുന്നു. എനിക്ക് ചെറിയ വോയിസ് സ്റ്റാർട്ടഡ് ചേഞ്ചിങ്. ഡെഫിനറ്റ്ലി അതിൻ്റെ കുറച്ച് സ്ട്രെയിൻ മേലെയൊക്കെ അറിഞ്ഞു തുടങ്ങി. ആ ഒരു സ്മൂത്ത്നെസ് നമ്മുടെ സീസൺ തുടങ്ങിയ ആ ഒരു സ്മൂത്ത് സാധനം പോയി തുടങ്ങി. അപ്പോൾ അത് സാരില്ല, അത് ഇനിയും. പക്ഷെ നല്ല വോയിസാണ് വരണേ. ബേസ് ഇങ്ങനെ വരുന്നുണ്ട് ഇപ്പോൾ. നല്ല ബൂസ്ന്നൊരു വോയിസ് കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. വെരി ഗുഡ്. ആൻഡ് ഈ പാട്ട് എവിടെയാന്ന് പറയുമ്പോ അവിടെയാണ് എപ്പോഴും പോയത്. അതൊരു ഫസ്റ്റ് ചരണം കഴിഞ്ഞപ്പോൾ അതാ വീണു. ആ പ്യാസം ഒന്നും ക്ലിയർ ആയിരുന്നില്ല. പിന്നെ 2-3 സ്ഥലം മോൻ്റെ യൂഷ്വൽ ക്ലാരിറ്റി അങ്ങ് കിട്ടിയില്ല. ഇനിയും നന്നാക്കായിരുന്നു അമലിനി പാട്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഈ പറഞ്ഞ നീ ഇവിടെ ഹിന്ദി പാട്ടുകൾ, അതായത് ഒരു മിഡ് 70s 80s 60s ഒക്കെ പാട്ടുകൾ നീ മുന്നേ അവിടെ കൊണ്ടുവന്നുണ്ട്, കുറേ ക്ലാസിക് ഹിന്ദി സോങ്സ്. അതിനെ കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്, മനസ്സിലായില്ലേ? അല്ലാത്ത പക്ഷം നീ റിയൽ ആയിട്ട് നന്നായിട്ട് ഈ പാട്ട് പാടിയിട്ടുണ്ട് കേട്ടോ. 2 കാരണങ്ങൾ. ഒന്നെന്താന്ന് വെച്ചാൽ നീ അന്ന് പാടിയ ഫീലിന് നീ വ്യത്യാസമാവാൻ ഒരു കാരണം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാടിയപ്പോൾ സുജാ ചേച്ചി പറഞ്ഞു നിൻ്റെ തൊണ്ട ക്രാക്കാവാൻ തുടങ്ങി ചെറുതായിട്ട്, നിൻ്റെ തൊണ്ട മാറാൻ തുടങ്ങി. അപ്പോൾ അതായത് നീ കൊടുക്കുന്ന ആ കഴിഞ്ഞ 2 മാസങ്ങൾ 3 മാസങ്ങൾ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരുന്ന പാട്ട് പാടുമ്പോൾ കൊടുക്കുന്ന ആ സ്മൂത്ത്നെസ്സും അല്ലെങ്കിൽ ആ പുഷും അതിനെക്കാട്ടും കൂടുതൽ കൊടുക്കണം. അപ്പോൾ എന്താ വെച്ചാൽ നീ വിചാരിക്കുന്ന ഫീല് ചിലപ്പോൾ നിനക്ക് പാടാൻ പറ്റണമെന്നില്ല ഇനി കുറച്ച് നാളത്തേക്ക്. കാരണം നിൻ്റെ അതൊരു നാച്ചുറൽ, ദിസ് ഇസ് ഗോഡ്സ് ഗിഫ്റ്റാണ്. ഇപ്പോൾ ഈ ഒരു ഗോഡ്സ് ടൈമിംഗ് ആണ് ശരിക്കും. അപ്പോൾ അത് നിനക്ക് നീ കുറച്ച് പ്രഷർ കൊടുത്താലും നിനക്ക് ഫീലുകൾ കുറവാണ്. അപ്പോൾ എന്താ വെച്ചാൽ നീ കുറേ കൂടെ ശരിക്കും ഇടണം, എന്നാൽ നീ വിചാരിക്കുന്ന ഫീല് വരാൻ പറ്റും. എനിക്കതാ തോന്നുന്നു.
അതുകൊണ്ടായിരിക്കാം ഇപ്പം ഞങ്ങൾക്കും ഈ പറഞ്ഞ മാതിരി നീ ആദ്യത്തെ പല്ലവി എനിക്ക് മനസ്സിലായി, ഈ പാട്ട് തകർക്കാൻ പോവാന്ന് മനസ്സിലായി. പിന്നെ വന്ന് നിൻ്റെ ആംബിയർ കുറയണ മാതിരി ഒരു തോന്നലുണ്ടായി. അതാണ് എനിക്ക് തോന്നിയത്. അല്ലാത്ത പക്ഷം നീ ഇപ്പോൾ ഒരു ആദ്യമായിട്ട് അമലിൻ്റെ പാട്ട് കേൾക്കുന്ന ഒരാൾ ഈ പാട്ട് നന്നായിട്ടെന്ന് പറയും. പക്ഷെ നമ്മൾ പറയണത് നീ മുന്നേ പാടിയിട്ടുള്ള പാട്ടുകളെ വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു എക്സ് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു വാവ് ഫാക്ടർ ഇല്ലാന്ന് നമുക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അല്ലാത്ത പക്ഷം നീ നന്നായി പാടിയിട്ട് ചക്കര. പക്ഷെ നീ ഇനി വർക്ക് ചെയ്യേണ്ടതുണ്ട്. ഇനിയും നീ ഹാർഡ് വർക്ക് കൂട്ടേണ്ട സമയമായി. കാരണം ഇനി വരാൻ പോകുന്ന റൗണ്ടുകളും ഫിനാലെ നീ സെലക്ട് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നീ നന്നായിട്ട് നീ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ അച്ചീവ് വാട്ട് യു ലുക്കിംഗ് ഫോർ. ഓക്കെ, സോ വർക്ക് ഹാർഡ് കേട്ടോ. അല്ലാ ദിവസം നന്നായിട്ടുണ്ട്. മട്ടാഞ്ചേരിക്കാരൻ മാനം കത്തു. ബൈ. താങ്ക് യു ചേട്ടാ. അപ്പൊ നമുക്ക് നേരെ മാർക്സിലോട്ട് കിടക്കാം. ഓക്കെ. സോ യെസ് സ്റ്റീഫൻ ചേട്ടാ, സ്റ്റാർട്ട് വിത്ത് യു. താങ്ക് യു ചേട്ടാ. വിജയ് ചേട്ടാ. 15. ചേച്ചിയുടെ മാർക്സ് എത്രയാണ് എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ചേച്ചിയോടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് വളരെ സീക്രട്ടീവായിട്ട്. ഈ സെമി ഫൈനൽ അവസാനം നമ്മൾ സർപ്രൈസ് ആയിട്ട് ഇതൊക്കെ അറിയും. പോരെ ചിരിക്കൂ. ഓക്കെ, മടക്കി ഭദ്രമാക്കി അവിടെ സേഫ് ആയി. ഓക്കെ, അപ്പൊ അടുത്ത കുറെ കഥകളുമായി നമുക്ക് അടുത്ത പെർഫോമൻസിൽ കാണാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടുത്തതിൽ ആരുടെ ഷൂ പോവോ? എല്ലാവരും ഷൂസ് നോക്കിയാൽ ഷൂ ഒക്കെ നീ എവിടുന്നേലും അടിച്ചു വന്നോ? സോക്സും ബാക്കിയെല്ലാം എടുത്ത് വരണം കേട്ടോ. അതൊക്കെയാണ് അടിച്ചു മാറ്റാൻ ബുദ്ധിമുട്ട്. അതുകൊണ്ട് ഓക്കെ, എല്ലാവരും ഷൂസും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പോയിട്ട് പിന്നെ ഞങ്ങളോട് പറയരുത് അല്ലേ? എന്ത് വരും അടുത്ത പാട്ട്? ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ സെമി ഫൈനൽ എപ്പിസോഡിലെ അടുത്ത കണ്ടസ്റ്റന്റ് ഋതിക. കുട്ടി, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ ഷൂസ് സ്വന്തമാണോ അല്ലയോ? അതെ. ഞങ്ങളെ എന്തിനാണത് പ്രത്യേകം കാണിച്ചുകൊണ്ടുവന്നത്? കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ ഹെയർ സ്റ്റൈലാണ് കാണിച്ചുകൊണ്ടുവന്നത്. അതല്ല പലരും പലരുടെ ഷൂസ് എടുത്തിട്ടാണല്ലോ വരുന്നത്. അടിച്ചു മാറ്റുന്നുണ്ട്. ഇനി മുതൽ എല്ലാവരോടും ചോദിക്കാൻ പോവാണ്, ഷൂസ് ഒക്കെ സ്വന്തമല്ലേ എന്ന്. സ്വന്തമാണ്. അപ്പൊ സമാധാനായി. തുടങ്ങാം. അപ്പൊ പാട്ട് ഏതാണ്, റൗണ്ട് ഏതാണ് കേക്കട്ടെ? ഓക്കെ, അപ്പൊ നമുക്ക് അമ്മയോട് ചോദിക്കാം. അമ്മ, ഇതുവരെയുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതാണ് ഋതികയുടെ? നമ്മ കൺഫ്യൂഷനായി. എനിക്ക് എല്ലാ സോങ്ങും ഇഷ്ടപ്പെട്ടു. അല്ല, എന്നാലും ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഫേവറേറ്റ്? പഞ്ചോന തത്ത പോലെ. പഞ്ചോന തത്ത പോലെ. ഓക്കേ. സോ അപ്പൊ ഇന്ന് ഏത് പാട്ടാ മോള് പാടാൻ പോണേ? ഇന്ന് സംഗമ മൂവിയിലെ സൗഖ്യമാ കണ്ണേന സോങ്. ഓക്കേ. അപ്പൊ എ.ആർ. റഹ്മാൻ സോങ് ആണ്. തകർക്കും. അമ്മയുടെ ഫേവറേറ്റ് സോങ് ആണ് അല്ലേ? എ.ആർ. റഹ്മാൻ സാറിന്റെ എല്ലാ സോങ്ങും ഇഷ്ടമാണ്. ഓക്കെ, അടിപൊളി. അപ്പൊ എന്തായാലും നല്ലൊരു ഫിലിമിലെ നല്ല സോങ് ആണ് സംഗമം. അപ്പൊ റെഡി അല്ലേ? റെഡിയാണോ? റെഡി. ഇത്തിരി സമയം ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞേ, വേറൊന്നുമല്ല. ഓക്കെ, റെഡി? ഞങ്ങൾക്കത് കേൾക്കണ്ടേ? ഞങ്ങൾക്ക് ഒരു സമയം. ഓക്കെ, അപ്പൊ സൂപ്പർ സ്റ്റാർ ജൂനിയർ ഒരു കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. സോ മദർ ചോയ്സ് റൗണ്ടിൽ സൗഖ്യമാ കണ്ണേ എന്ന സോങ്ങുമായി ഞാൻ വരുന്നു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചക്ക, താങ്ക് യു ചേച്ചി. ജൽ 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 തലലലല ജം ജം, ജൽ 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 തലലലല ജം ജം, ജൽ 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 തലലലല ജം ജം, സഗരി സരി സരി ധനി ജൽ 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 തലലലല ജം ജം, സഗരി സരി സരി ധനി ജൽ 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 തലലലല ജം ജം, സഗരി സരി സരി ധനി
കുട്ടി എന്തോ അമേസിംഗ് പെർഫോമൻസ് താങ്ക് യു ചേച്ചി. നല്ല രസമായിരുന്നു. ആൻഡ് ഡാൻസേഴ്സ് അവരും ഭയങ്കര നല്ലൊരു ട്രീറ്റ് ആയിരുന്നു നമുക്ക് തന്നത്. ഓൾറൗണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. യെസ്, വിൽ സ്റ്റാർട്ട് വിത്ത് സ്റ്റീഫൻ ചേട്ടാ. ഋതിക എന്തോ അസലായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. ഋതികേന്ന് നമ്മൾ തന്നെ പ്രതീക്ഷിച്ച് അതുപോലെ തന്നെ ഋതിക പാടി തന്നു. താങ്ക് യു ഫോർ എ ഗ്രേറ്റ് ട്രീറ്റ്. രണ്ട് സ്ഥലത്ത്, കാരണം ഈ പാട്ട് എന്നെ പോലെ തന്നെ എല്ലാവർക്കും അത് പച്ചവെള്ളമായിരിക്കും അല്ലേ? മലയാളം തമിഴന്മാർക്ക് എല്ലാവർക്കും ഈ പാട്ട് പച്ചവെള്ളം. ഇതിൻ്റെ എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സ്, ഇതിൻ്റെ ഓർക്കസ്ട്രേഷൻ പോലും നമുക്കറിയാം ഇവിടെ എന്താ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രണ്ട് അവിടെ ഇവിടെ ഇല്ല, രണ്ട് സ്ഥലത്ത് മാത്രം ഒരു എനിക്കിത് ഫീൽ ചെയ്തുള്ളൂ. അല്ലാത്ത പക്ഷം ഇറ്റ് വാസ് ആൻ അമേസിങ് എക്സിക്യൂഷൻ. സൂപ്പറായിട്ട് പാടി കേട്ടോ. ആ രാഗം കറക്റ്റായിട്ട് അത് ഋതികയുടെ തലയിലുണ്ട്, ആ രാഗത്തിൻ്റെ സഞ്ചാരം കറക്റ്റ്. എന്നാൽ മാത്രമേ ഈ പാട്ട് നന്നായി ചെയ്യാൻ പറ്റുള്ളൂ. മാണ്ടിൽ അപ്പോൾ ആ രാഗത്തിൻ്റെ സഞ്ചാരം നന്നായിട്ട് അറിയണോണ്ടാണ് അത് ചെയ്ത് കേട്ടോ. സൂപ്പറായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചക്ര. ഗോഡ് ബ്ലെസ് യു. ഇത് ഒരു ദിസ് ഇസ് ഗോണ ബി എ ഗുഡ് ടേക്ക് ഓഫ് ഫോർ യുവർ സെമി ഫൈനൽസ് അഗൈൻ. ഗോഡ് ബ്ലെസ് യു. അമ്മയ്ക്ക് വലിയൊരു നന്ദി പറയൂ. അമ്മക്ക് അമ്മ പറഞ്ഞൂടെ ഡാൻസ് ആരും കളിച്ചില്ല. അവരാണെങ്കിൽ നന്നായി ഡാൻസ് കളിക്കുകയും ചെയ്തു. അവർ കളിച്ചില്ല, അമ്മ ഒന്ന് കളിക്കുന്ന പറഞ്ഞു. ഒന്ന് നോക്കണോ, ട്രൈ നോക്കണോ? വേണ്ട, അയ്യോ വേണ്ട. അമ്മ ഡാൻസിലേക്ക് പറഞ്ഞു വീട്ടില്. അമ്മ ചെറുപ്പത്തില് ഭരതനാട്യം പഠിച്ചത്. ചെറുപ്പത്തിൽ അന്ന് ഋതികയ്ക്ക് 5 വയസ്സായിരുന്നു. അല്ല, അമ്മയുടെ ചെറുപ്പത്തിൽ. അതെ, ശരി. അമ്മയുടെ ചെറുപ്പത്തിൽ പഠിച്ചിട്ടോ. ഡാൻസ് സ്റ്റെപ്പ് കളിക്കണോ? വെറുതെ വേണ്ട. ഓക്കെ, ഒരു പാട്ട് പാടണോ? ഒന്നും വേണ്ട, കുഴപ്പമില്ല. ഓക്കെ, എനിവേ സൂപ്പർ ഋതിക കുട്ടി. താങ്ക് യു ചേട്ടാ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു ചേട്ടാ. ചേച്ചി ഋതിക എന്തോ awesome. ഓ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇത്രയും പാട്ടുകൾ കേട്ടതിൽ ശരിക്കും എക്സൈറ്റ് ടീച്ച രണ്ട് പെർഫോമൻസസ്. ഓഫ് കോഴ്സ് എനിക്ക് അഞ്ജനയുടെ പാട്ടും ഇഷ്ടം. പക്ഷെ അഞ്ജന നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. ഈ സെമി ഫൈനലിൽ ഇത്രയും കേട്ടതിൽ എന്നെ ശരിക്കും എക്സൈറ്റ് ടീച്ച രണ്ട് പെർഫോമൻസസ്, ഭാവനയുടെ വെള്ളൈപ്പുറ ആൻഡ് നൗ യോർ ദിസ് സോങ്. കാരണം എല്ലാ വെറൈറ്റിയും മോള് പാടുന്നു. മോള് സ്റ്റേജിലേക്ക് ശരിക്കും ഒരു അസറ്റായിരിക്കും കേട്ടോ. കാരണം ഇങ്ങനെ അപൂർവം സിംഗേഴ്സേ കിട്ടുള്ളൂ ഇങ്ങനെ എല്ലാ വെറൈറ്റിയും ഒരുപോലെ നല്ലതായിട്ട് പാടുന്നത്. ഒരുപോലെ നല്ലതായിട്ട് പാടുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്. ഇപ്പം കാരണം ഈ സംഗതിയൊക്കെ എന്ത് രസമായിട്ടാണ് പാടിയേ. അയ്യോ, അവസാനത്തെ ആ സൗഖ്യമ മാത്രം ഒന്ന് കറക്റ്റ് ചെയ്യൂ. അതെ, നീ ശരി. ഓക്കെ, അത് നന്നാവായിരുന്നു. ബാക്കി എല്ലാ സ്ഥലവും ആ ഒരു അത് ഭയങ്കരമായിരുന്നു. അത് ഞെട്ടിപ്പോയി ശരിക്കും. ഈ വയസ്സിൽ എങ്ങനെ കുഞ്ഞുങ്ങൾ പാടിനെ ദൃഷ്ടിപ്പെടാതിരിക്കട്ടെ. ഞാന് പ്രത്യേകിച്ചൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയും നല്ല ഉഗ്രനായിട്ട് പാടി. ആൻഡ് അത് മാത്രമല്ല, ഞാൻ ഇവിടെ മാർക്കും കൂടെ ഇടാൻ പോവാണ്. പിടിച്ചോ. ഇപ്പോ കിട്ടും. നമ്മൾ പോകുന്നു. താങ്ക് യു ചേട്ടാ. സ്റ്റീഫൻ ചേട്ടാ. Again. താങ്ക് യു ചേട്ടാ. 18 മാർക്സ് പ്ലസ് സുജാത ചേച്ചി ഇടാണ് അവിടെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി. ഓ, ബോക്സിലിട്ടു. ഞങ്ങൾ പറഞ്ഞില്ല അങ്ങനെ ഇങ്ങനെയൊന്നും ഞങ്ങള് 5-ലേക്കൊന്നും എത്തിക്കൂല അല്ലേ? നമ്മളൊരു ഘട്ടം പറഞ്ഞപ്പോ എന്തായിരിക്കും അതാണ്. അപ്പൊ എന്തായാലും കൺഗ്രാറ്റുലേഷൻസ്, നല്ല മാർക്കായി. നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. അപ്പൊ ഇനിയും നല്ലൊരു പെർഫോമൻസുമായി വരും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ മറ്റൊരു നല്ല എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈമായി. സോ ഇന്നത്തെ ഡേന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. October 2 ആണ് ഇന്ന്. October 2 എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ ഓരോ ഇന്ത്യക്കാരനും അറിഞ്ഞിരിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. കാരണം നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഫാദർ ഓഫ് ആർ നേഷൻ ഗാന്ധിജിയുടെ ജന്മദിവസമാണ്. സോ ഈ ജന്മദിവസത്തിൽ, ഗാന്ധി ജയന്തിയിൽ, നമുക്ക് സൂപ്പർ സ്റ്റാർ ജൂനിയറിന്റെ എല്ലാ പ്രേക്ഷകർക്കുമായി നല്ലൊരു പെർഫോമൻസുമായി വരുന്നു സജന ചേച്ചി ആൻഡ് ടീം. ലെറ്റ്സ് വെൽക്കം സജന ചേച്ചി ആൻഡ് ടീം.
Sujata Sarees. Designed by Style Sarees, Spencer Junction, Palayam, Trivandrum.